അവസാനമായിട്ട് അവർ രണ്ടുപേരും ആദർശ മാതൃകയുള്ള ഒരു ലീഡറിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ രണ്ടുപേരും നല്ല ഒരു നേതാവിനെ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ റോൾ മോഡൽ ആരാ? ഈ ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിൽ അല്ലെങ്കിൽ നല്ല ഗുരുവായിട്ട് നിനക്ക് മോഡലായിട്ട് നിർത്തുക ഈ ലോകത്തിൽ ഏതെങ്കിലും നേതാവുണ്ടോ? ഞാൻ ഇന്ന് രാത്രി പറയാം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോക ഗുരുവായ ലോക രക്ഷിതാവ ഈ യേശു അല്ലാതെ മറ്റൊരു ഗുരു ഈ ഉലകത്തിൽ ജനിച്ചിട്ടില്ലവേ ഇല്ല. നിനക്കൊരിക്കലും ഒരു റോൾ മോഡലാകുവാൻ കഴിയത്തില്ല. എന്റെ യേശുവിന് കഴിഞ്ഞു. അവന്റെ പ്രവൃത്തിയും അവന്റെ ജീവിതവും അവന്റെ ഉപദേശവും ഒരുപോലെ കൊണ്ടു നടന്ന ഒരുവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ യേശു കർത്താവ്. ആ കർത്താവ് അവൻ സ്നേഹത്തിന്റെ ഹല്ലേലൂയ കർത്താവാണ്. ആ യേശു സ്നേഹിതനാണ്. അവൻ നമ്മെ സ്നേഹിച്ചവനാണ്. അവന്റെ അവസാനത്തുള്ളിൽ നിണവും നമുക്ക് വേണ്ടി നൽകി കാൽവറിയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവനാ. അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയവനാ. സമന മുതൽ പാപഭാരം യേശു വഹിച്ചു. ഹല്ലേലൂയ. അവിടെ കർത്താവ് കവിണ്ണു വീണ്ടും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മനുഷ്യനു വേണ്ടി, പാപികളായ മനുഷ്യനു വേണ്ടി പകരക്കാരനായി, ജാമ്യക്കാരനായി മാറി. പാപത്തിന്റെ കഠോരത അത് എത്ര അല്ലെങ്കിൽ അസഹനീയമായിരുന്നു, എന്നിട്ടും അത് ചുമക്കുക എന്റെ യേശു തയ്യാറായി. ഗത്സമനയിലെ പ്രാർത്ഥനയിൽ എന്റെ യേശുവിന്റെ രക്തധമനികൾ പൊട്ടി, വിയർപ്പ് തുള്ളികൾ അല്ല രക്തത്തുള്ളികളായി ഒഴുകി. യേശുവിന്റെ മനസ്സിലായി, പിതാവ് ദൈവിക സംരക്ഷണം എന്നിൽ നിന്നും അല്ലെങ്കിൽ അകറ്റുകയാണെന്ന്. യേശു പ്രാണവേദനയിലായി. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പിലാത്തോസിന്റെ മുൻപിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ വിസ്താരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും കൂടെ വിളിച്ചു പറയുകയാണ്, ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം. ആരവാരം നിമിത്തം പീലാത്തോസിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരൊരു വിധി പുറപ്പെടുവിച്ചു. അവൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ വിധി പുറപ്പെടുവിച്ചു. വിധി കേട്ടുകഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ പിലാത്തോസിന്റെ ഹല്ലേലൂയ സ്തോത്രം പടയാളികളെ വിളിച്ചിട്ട് അവൻ ഹല്ലേലൂയ അവന്റെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയിട്ട് അവന്റെ വസ്ത്രം ഊരി രക്താംബരം ധരിപ്പിച്ചു. റോമൻ പടയാളികളുടെ കിങ്കരന്മാർ, ആരാച്ചാരന്മാർ യേശുവിനെ ചട്ടമാറുകൊണ്ട് അടിക്കുവാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ആ ചാട്ടമാർ ഉണ്ടാക്കിയത് ഹല്ലേലൂയ ഒട്ടകത്തോലുകൊണ്ടും ഈത്തപ്പനയുടെ തോലുകൊണ്ടും കല്ലും മുള്ളുകൊണ്ടുമുള്ള ഹല്ലേലൂയ ആ ഹല്ലേലൂയ സ്തോത്രം ചമ്മട്ടി. അതിന്റെ അഗ്രത്ത് 200 ആണികൾ അല്ലെങ്കിൽ അസ്ഥികൾ കൊണ്ട് ഇതാ അല്ലെങ്കിൽ കൊളുത്തുകൾ സൃഷ്ടിച്ച ആ ചമ്മട്ടി കൊണ്ട് യേശുവിന്റെ മുതുകിൽ ആഞ്ഞടിക്കുകയാ. അങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ അവന്റെ മുതുകിൽ നിന്നും മാംസകഷണങ്ങൾ പിടിതുമാറി. ആ താഴെ വീഴുമ്പോൾ അതിൽ ജീവൻ തുടിച്ചു. വചനം പറയുന്നു, അവന്റെ പുറം ഉഴവുചാലുകൾ പോലെയായി. ആ സമയത്ത് ഹല്ലേലൂയ അവന്റെ കയ്യിൽ ഒരു കോല് കൊടുത്തു. എന്നിട്ട് മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു.
173 മുള്ളുകളുള്ള ആ ഹല്ലേലൂയ സ്തോത്രം മുൾമുടി അവന്റെ ശിരസിൽ അവർ വെച്ചു. ഓരോ മുള്ളിലും 5 ഇഞ്ച് നീളമുണ്ടായിരുന്നു. പീലാത്തോസിന്റെ മണ്ഡപത്തിന് വെളിയിൽ നിന്നും യേശു 135 കിലോയിലധികം ഭാരമുള്ള പച്ച പൈൻ മരം കൊണ്ട് ഹല്ലേലൂയ 1 മൈലധികം ഹല്ലേലൂയ തലയോടിടം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് അവൻ നടന്നു നീങ്ങുകയാണ്. അവൻ ഈ പച്ചപ്പൈൻ അവനെ കുറിച്ച് എടുക്കുവാനുള്ള അല്ലെങ്കിൽ ആരോഗ്യമില്ല. ആ സമയത്തും ചാട്ടവാറോട് കൊണ്ടുള്ള അടി അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവൻ വേച്ച് നടക്കുകയാണ്. ഇതിനിടയിലൊക്കെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വിവരിക്കുന്നു ദൈവമക്കളെ. ആ സമയത്ത് അല്ലെങ്കിൽ നടന്നു പോകുമ്പോ ചില പടയാളികൾ, കിരാതന്മാരായിട്ടുള്ള ചില ആളുകൾ അവന്റെ കയ്യിൽ നിന്ന് കോല് വാങ്ങിച്ചിട്ട് അവന്റെ മുൾക്കീരത്തിൽ ആഞ്ഞടിക്കുകയാണ്. 173 ആണികളുള്ള ആ മുൾ കിരീടത്തിൽ 55 ആണികൾ അവന്റെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങി. രക്തം അവന്റെ ചെന്നിത്തടത്തിലൂടെ, മുഖത്തിലൂടെ അവന്റെ താടിയിലേക്ക് ഒഴുകി വീണു. ഇതെല്ലാം സഹിച്ചത് ആർക്ക് വേണ്ടിയ സഹോദര? പാപികളായ നമുക്ക് വേണ്ടിയ. ഇന്ന് രാത്രി പാപത്തിൽ പതിച്ചിരിക്കുന്ന ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, യേശുവിനെ സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ രക്തം അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാ ചിന്തിയത്. ഇത് കഴിഞ്ഞിട്ട് 8 ഇഞ്ചാണിയുള്ള 3 ആണികൾ എടുത്ത് കൈകാലുകൾ ക്രൂശിനോട് ചേർത്ത് വെച്ച് ആണിയടിച്ചു. അവന്റെ കരങ്ങളിൽ നിന്നും, അവന്റെ തലയിൽ നിന്നും, അവന്റെ മുതുകിൽ നിന്നും, അവന്റെ കാലിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയാണ്. പ്രിയജനമേ, അല്ലെങ്കിൽ ഈ രക്തം ആർക്കു വേണ്ടിയാ ഒഴുകിയത്? ലോകത്തിന്റെ പാപത്തിനു വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്കും എനിക്കും വേണ്ടി. ഹല്ലേലൂയ. പാപം അറിയാത്തവന്റെ രക്തം ഹല്ലേലൂയ ചിന്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവന് സഹിക്കാൻ വയ്യാതെ അവൻ ഭരിക്കുവാൻ പോകുക. ആ സമയത്ത് അവൻ തലചായ്ക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: സകലതും നിവർത്തിയായി. എന്റെ ആത്മാവിനെ തൃക്കരകളിൽ ഞാൻ തരുന്നു. എന്നിട്ട് യേശു പ്രാണനെ വിട്ടു. മരിച്ചു കഴിഞ്ഞിട്ടും അവനെ വിട്ടില്ല. പടയാളികൾ കുന്തം കൊണ്ട് അവനെ നെഞ്ചു കുത്തി തുളച്ചു. ആ സമയത്ത് രക്തം വെള്ളവും വാഴ്ന്നിറങ്ങി. സഹോദര, ലോകത്തിന്റെ പാപം ചുമക്കുവാൻ നമുക്ക് വേണ്ടി കടന്നു വന്ന ഒരു കുഞ്ഞാട്. നിന്റെ സകല പാപത്തെയും പോക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ആ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നിനക്ക് തയ്യാറുണ്ടോ? മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൂത് ദേശത്തിന് ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ആ യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മളെ എല്ലാവരും രക്ഷിപ്പാൻ യേശു വന്നു. ഒരിക്കൽ അവൻ നമുക്ക് യാഗമായി തീർന്നു. ഇനി ഒരു യാഗമില്ല. ആമേൻ. ആ യേശുവിനെ ഈ ദേശത്ത് ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.